അറ്റകുറ്റപ്പണിക്കായി 2 മാസം മുൻപ് അടച്ചിട്ട കോഴിക്കോട് മിഠായി തെരുവിലേക്കുള്ള എസ് കെ പൊറ്റക്കാട് റോഡ് ഇതുവരെ തുറന്നു നൽകിയില്ല. ഇതുമൂലം ദുരിതത്തിലായിരിക്കുകയാണ് വ്യാപാരികൾ. സ്ഥലത്ത് ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഈ റോഡ് എത്രയും വേഗം തുറക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് മിഠായി തെരുവിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു റോഡാണിത്. ഇതിപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. 2 മാസമായി ഇത് അടച്ചിട്ടിട്ട് ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതുവഴി ധാരാളം വാഹനങ്ങൾ ഇതിനു മുമ്പ് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകാറുണ്ടായിരുന്നു. കാരണം ഈ മാനാഞ്ചിറ സ്ക്വയർ ചുറ്റാനും മറ്റുമായി ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ഒരു റോഡായിരുന്നു ഇത്. ആ റോഡാണ് ഇപ്പോൾ അടച്ച് പൂട്ടിയിരിക്കുന്നത്. ഏതായാലും വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും വിനോദസഞ്ചാര കേന്ദ്രം പോലെ പരിപാലിക്കാം എന്നുള്ള ഒരു ആശയം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ഈ വ്യാപാരികൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. രണ്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ്. ഇതിലൊരു വാഹനം വിടുന്നില്ല. പിന്നെ ഈ പണി തുടങ്ങുന്നത് ഒരു വ്യാപാരി സമൂഹം, ഒരു 2000-3000 കച്ചവടക്കാരുണ്ട്. അവരും കൂടി അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ പൊടിച്ചിട്ട് അങ്ങനെ പോയി. അതിൻ്റെ ശേഷമാണ് മാധ്യമപ്രവർത്തനങ്ങൾ സഹായത്തോടു കൂടി ഞങ്ങൾ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പണി പതുക്കനെ നീങ്ങിയപ്പോൾ കഴിഞ്ഞ മാസം മുതൽ പണി തുടങ്ങി പൂർത്തീകരിച്ച്. പക്ഷേ അതുകൊണ്ട് ഭീമമായ നഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ചെറിയ വാടകക്കല്ല, ദിവസം 15,000 വാടക കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കഴിയുന്ന കച്ചവടക്കാരാണ്. അവർ നിശ്ചയം വളരെയധികം ബയോട്ട് പോയി. ചെറിയ വാഹനങ്ങൾ ഓടിയാൽ മതി, അതായത് കാറ്, ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ഇതിലേക്ക് കടക്കാനുള്ള സൗകര്യം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചോളം പറയുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലെ ബസ് വരെ ഇപ്പോൾ ഓടിക്കില്ല, ആ ലെവലിലൊക്കെ അപ്പോൾ നീങ്ങി വന്നാൽ മതി. അപ്പോൾ അത് പോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ജനസഞ്ചാരം വരണം. ഇവിടെ ആൾ വരാതായി. ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇവിടെ നടക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ നടന്നു വന്ന് വളരെ ഫ്രീ ആയിട്ടാണ്. ഷോപ്പിലിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഇപ്പോൾ ഇതിൽ വന്നില്ല. ഇതൊക്കെ നമ്മൾ വ്യാപാരികളാണ്. ഷോപ്പിൽ തിരക്കുണ്ടെങ്കിൽ ഞാനിവിടെ വരില്ല. നമുക്ക് ഈ ബൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. തിരക്കാണ്. എനിക്ക് തിരക്കില്ല. ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ബില്ല് ചെയ്യേണ്ട, കസ്റ്റമർ നോക്കാനില്ല. കാരണം സ്ട്രീറ്റിൽ ആളുണ്ട്, ഷോപ്പുകളിൽ ആളില്ല. ഇത് കാണുന്ന സ്ട്രീറ്റിൽ നടക്കുന്ന ആളുകളാണ്. അവരവിടെ ഇവിടെയൊക്കെ മിഠായി കാണാൻ വന്ന ആളുകളാണ്. കാരണം നമ്മുടെ ഷോപ്പിൽ ആളില്ലാന്നാൽ കച്ചവടം 25% നടക്കണുള്ളൂ. 25%, ബാക്കി 70% നമ്മൾ എവിടെ എടുത്ത് കൊടുക്കും? നമുക്ക് ഡെയിലിയുള്ള നമ്മളെ റെൻറ്റ്, നമ്മളെ സാലറി, നമുക്ക് കറണ്ട് ബില്ല്, ഇതൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? ഇതൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കുക. ആളുകൾ കാണുന്നു, പക്ഷേ നമ്മൾ കച്ചവടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ട് അവിടെ വരുന്നത്. അതർവൈസ് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ തൊഴിലാളികളും നമ്മളെ വ്യാപാരികളും എത്രത്തോളം പ്രയാസപ്പെടുന്നതാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിലവിലുള്ള കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കച്ചവടക്കാരെ കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ റോഡ് പണിത മാതിരി പെട്ടെന്ന് വന്നിട്ട് ജോലി ആണ് ചെയ്തുവിടില്ല. ഈ 2000 കച്ചവടക്കാരും 10,000 വരുന്ന തൊഴിലാളികൾ ഇവിടുത്തെ ഉപജീവനമാർഗ്ഗം മുട്ടിക്കെടുക്കുക. 75% കച്ചവടം കുറഞ്ഞിരിക്കുക. 25% ഇപ്പോൾ കച്ചവടം നിലവിലുള്ളൂ. ഈ കച്ചവടം ഇനി തിരിച്ചു വരുമോ എന്നുള്ളത് പ്രയാസമാണ്. ഇവിടെ ക്രിസ്മസ് വെക്കേഷൻ നടക്കുക. ഈ ക്രിസ്മസിന് ഈ ഉത്സവ സമയത്ത് പോലും ഇത് തുറന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നല്ലോ. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയോട് എത്ര പ്രാവശ്യം പോയി സംസാരിച്ചു. മേയറെ കണ്ടു, ഡെപ്യൂട്ടി മേയറെ കണ്ടു, എല്ലാവരും കണ്ട് സംസാരിച്ചിനി. ഇപ്പോൾ അവർക്ക് ഇല്ല. എങ്കിലും അവരോടൊക്കെ സംസാരിച്ചത് ദ്രുതഗതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ, യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്നുള്ളതാണ്. നമ്മളെ ഉപജീവന മാർഗ്ഗമാണ് ഇവിടെ. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മേഖലയാണിത് SMCT. ഈ മേഖല ഇങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് വ്യവസായം തന്നെ നഷ്ടപ്പെടും. അപ്പം നമുക്ക് ഏറ്റവും എക്സസൈസ് ചെയ്യുന്ന റോഡാണിത് ആക്ച്വലി. പക്ഷേ എനിക്കത് പൂട്ടിയ സമയത്ത് ഒന്നുണ്ടാവണം എനിക്കൊരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് പറയുമ്പോൾ വ്യാഴാഴ്ചയും കൂടിയാണ്. ഇത്രയും തിരക്കുന്നുണ്ട്. SMCTയിലാണെങ്കിൽ ശരി, മാനഞ്ചിറ സ്ക്വയറിലാണെങ്കിലും ശരിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പോയ സമയത്ത് അവിടെ അതായത് സ്ട്രീറ്റ് കണക്റ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഈവനിങ് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ രീതിയിലുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് മാറുകയാണെങ്കിൽ ഈ റോഡ് ഇങ്ങനെ തന്നെ വിട്ട് ബസ്സിന് വേറെ എന്തായാലും നമ്മളെ വെള്ളിമോട് നിന്ന് മാനഞ്ചിറ റൂട്ട് വികസിക്കുന്നുണ്ട്. അപ്പം ആ റൂട്ടിൽ തന്നെ നേരെ ബസ്സുകൾ പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഏതായാലും ഈ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെറിയൊരു സ്ഥലം മാത്രമാണ് ബാക്കിയുള്ളത്. ഉടൻ തന്നെ ഇത് തുറന്നു കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയെങ്കിലും ഇപ്പോഴും കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇതിൽ കോഴിക്കോടിനെ സംബന്ധിച്ച് ഈ മിഠായി തെരുവ് അല്ലെങ്കിൽ SK പൊറ്റക്കാട് റോഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. അത് ധാരാളം ആളുകളൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലം. ക്യാമറ പേഴ്സൺ ജിജീഷ് KC-ക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, കോഴിക്കോട്.